പ്രിയമുള്ളവരെ, ഡെയിലി ഇൻസൈറ്റിൽ ഓവർ തിങ്കിങ് എന്ന സബ്ജക്റ്റുമായി ഖദീജ നിങ്ങളോടൊപ്പം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്ക് ഒരു വില്ലനെ പരിചയപ്പെടുത്തി തരാം. അവൻ എവിടെയാണെന്ന് അത്ര നിശ്ചയമില്ല കേട്ടോ. ചിലപ്പോൾ അവൻ ജയിലിലായിരിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ, അതുമല്ലെങ്കിൽ അവൻ പല സംസ്ഥാനങ്ങളിലും കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയായിരിക്കും. ഇല്ലെങ്കിലോ നമ്മുടെ വീട്ടിലുണ്ടാവും, നമ്മുടെ അടുത്തിരിക്കുന്നുണ്ടാവും. അതുമല്ലെങ്കിൽ അതിനേലും അടുത്ത് നമ്മളോടൊപ്പം ഉണ്ടാകും. ആരാണവൻ? അതെ, അവൻ്റെ പേര് എല്ലാവരും വിളിച്ചു പറയുകയാണ് ഓവർ തിങ്കിങ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അവനെ കണ്ടുപിടിക്കാനായിട്ട് ഒന്നിറങ്ങിയാലോ എന്ന്. ഞാൻ പുറത്തേക്കിറങ്ങി. കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു സ്ഥലം കണ്ടു. അവിടെ ഇവിടെയായി കുറച്ച് പുല്ലൊക്കെ മുളച്ച് കിടക്കുന്നുണ്ട്. എന്നാലും കാര്യമായി ഒന്നുമില്ല കേട്ടോ അവിടെ. വീണ്ടും ഞാൻ നടന്നു. ഒരു സ്ഥലം, ഒരുപാട് മരങ്ങളും വള്ളികളും എല്ലാം കൂടെ ചുറ്റി പിണഞ്ഞ് കിടക്കുന്നു. കാണുമ്പോൾ തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഭീകരത. അവിടെയും ഞാൻ അവനെ തിരഞ്ഞു. അവിടെയും കണ്ടില്ല. വീണ്ടും ഞാൻ നടന്നു. ആ കാട് പിടിച്ച സ്ഥലം പിന്നെയും. എന്നാൽ ഞാൻ വിചാരിച്ചു, അവിടെ നിൽക്കണ്ട, ഒന്ന് തിരിഞ്ഞു നടന്നാലോ. അങ്ങനെ ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലം. കുറേ ചെടികൾ, വ്യത്യസ്തങ്ങളായ പൂക്കൾ, ഒരുപാട് ഇലകൾ. കുറച്ചുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരാളെ കണ്ടു. അദ്ദേഹം ആ സ്ഥലത്തെ പൂന്തോട്ടമാക്കിയെടുക്കുന്ന, നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഗാർഡനർ ആണ്. ഇത് തന്നെയാണ് കൂട്ടുകാരെ നമ്മളും മനസ്സിലാക്കേണ്ടത്. നാം ആദ്യം കണ്ട സ്ഥലമില്ലേ, അത് വലിയ ചിന്തയൊന്നുമില്ലാത്ത ചില ആളുകളുടെ മനസ്സാണ്. അവിടെ പ്രത്യേകിച്ച് കാര്യമായ ചിന്തയുമില്ല, കാര്യമായ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. രണ്ടാമത്തെ സ്ഥലമോ ഒരുപാട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ചിന്തകൾ. ഒന്നും മനസ്സിലാവില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഇവൻ തന്നെയാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ആ വില്ലൻ. മൂന്നാമതോ നമ്മൾ കണ്ട മനോഹരമായ സ്ഥലമല്ലേ, അവിടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, ഗാർഡനർ. ഈ ഗാർഡനറുടെ ഡ്യൂട്ടിയാണ് നമ്മൾ എപ്പോഴും ചെയ്ത് പോരേണ്ടത്. നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ പല ചിന്തകളും വരും. ഇതിനെയെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ അവൻ നമ്മളിൽ പലതും ചെയ്തുകൊണ്ടിരിക്കും. അവസാനം നമുക്ക് ഡോക്ടറെ വരെ കാണേണ്ടി വരും. ഡോക്ടർ ഒരു പക്ഷേ പല പേരുമിട്ട് പലതരത്തിലുള്ള മരുന്നുകൾ നമുക്ക് തരും. അതിനെ നമുക്ക് മാനസിക രോഗമെന്നോ മറ്റോ വിളിക്കേണ്ടി വരും. ഈ ഒരുപാട് ചിന്ത എന്ന് വെച്ചാൽ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നെയും ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒന്നും നമുക്ക് കിട്ടാനില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ബസ്സിൽ എത്ര ആളുകളാണ് കയറി ഇറങ്ങി പോകുന്നത് അല്ലേ. എല്ലാവരുടെ കയ്യിൽ നിന്നും കണ്ടക്ടർ ടിക്കറ്റ് മേടിക്കാറുണ്ട്. പക്ഷേ ഇവരിൽ ആരെയും തന്നെ കണ്ടക്ടർ ഓർത്തിരിക്കുന്നില്ല എന്നാവാം നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ചില ആളുകളെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ. അതുപോലെയാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കയറിക്കൂടുന്നുണ്ട്. പക്ഷേ അതിൽ ചില ചിന്തകളെ മാത്രമേ നമ്മൾ നിലനിർത്തേണ്ടതുള്ളൂ. ആ ചിന്തകൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കുന്നുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുളത്തിൽ കല്ലിട്ടാൽ ഒരുപാട് ഓളങ്ങളുണ്ടാകും. ആ ഓളങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാവുകയും ചെയ്യും. അതുപോലെ ചില സമയങ്ങളിൽ കടലിൽ ആർത്തിരമ്പുന്ന കുറേ തിരമാലകളുണ്ടാകും. കുറേ കഴിയുമ്പോൾ അത് ശാന്തമാകും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സും. ചില സമയങ്ങളിൽ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇരച്ചു കയറും. പക്ഷേ ഇവൻ ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഈ വില്ലൻ നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്നാൽ ഇവനെക്കൊണ്ട് ദോഷങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ദോഷങ്ങളുണ്ട്. ഇവൻ കൂട്ടുകാരായി കൊണ്ടുവരുന്ന ആങ്സൈറ്റി, ദുഃഖം, അതുപോലെ ഫിയർ, അങ്ങനെ പലതിനെയും കൂട്ടുപിടിച്ചാണ് നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ആക്കി മാറ്റണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രം മതി.
നമുക്കറിയാം, നമ്മൾ ആരാണെന്നറിയണം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ എന്താണ് എന്നറിയണം. അതോടൊപ്പം നമ്മൾ ഇനി എങ്ങോട്ട് എത്തിച്ചേരണം എന്നുകൂടെ അറിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് ഒന്നും നമ്മളെ പിടികൂടുകയില്ല. നമുക്കറിയാം, ചൂട് പിടിച്ച ഗ്രീഷ്മം കഴിഞ്ഞാൽ നല്ല പൂക്കളും തണുപ്പുമുള്ള ഒരു വസന്തകാലം വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വിശ്വാസത്തോടു കൂടി നല്ല സ്വപ്നങ്ങളും നല്ല ചിന്തകളുമായി കൂട്ടുകാരെ നമുക്ക് കൈകോർത്ത് പിടിക്കാം. ഒരു ഗ്രീഷ്മത്തിനപ്പുറം നല്ലൊരു വസന്തമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ഞാനിതാ ഈ വിഷയത്തിൽ നിന്നും വിരമിക്കുന്നു.